ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതൊരു സൺഡേ ആണ്, ഒന്ന് പുറത്തേക്ക് പോവാണ്, ചുമ്മാ ഒരു ഔട്ടിങ് പോലെ പോവുകയാണ്, ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. ഇതിപ്പം വൈകുന്നേരം ഒരു 4 മണി സമയമാണ്. അപ്പം ഞങ്ങൾ വിധാൻ സൗദൻ കബേൺ പാർക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങി, തണുപ്പൊക്കെ ഒരുമാതിരി മാറി. ഇപ്പോൾ ഇടയ്ക്കിടെ വലിയ തണുപ്പുകളൊക്കെ മാറി. ഇപ്പോൾ കുറച്ച് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ക്ലൈമറ്റാണ്. വലിയ ചൂടും ഇല്ല, വലിയ തണുപ്പും ഇല്ലാത്തൊരു ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്താണ് പോയത്. ഒന്നാമത് നമ്മൾ ബാംഗ്ലൂരിൻ്റെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ ബുക്ക് ചെയ്താണ് പോയത്. അങ്ങനെ നമ്മൾ വിധാൻ സൗദ എത്തി. മെയിനായിട്ട് ഇവിടെ വരാൻ വിചാരിച്ചതിൻ്റെ കാര്യം, ഇവിടെ കബേൺ പാർക്കിൽ പൂക്കളൊക്കെ പൂത്തിട്ടുണ്ട്, മരങ്ങളൊക്കെ പൂത്തിട്ടുണ്ടെന്ന് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിധാൻ സൗദയാണ്. വിധാൻ സൗദയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വിധാൻ സൗദയുടെ അവിടെയാണ് ഇറങ്ങുന്നത്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള മെട്രോ ആണ്, അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേഷനാണ് വിധാൻ സൗദയുടെ ഒരു മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കർണാടക. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചുമ്മാ അവിടെ ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഒന്ന് വെയിലാറി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത്, നേരത്തെയൊക്കെ ഞങ്ങൾ ആ ടൈം നോക്കി വരുമായിരുന്നു. ഒരു 5:30 കഴിയുമ്പോഴത്തേനും ഈ വിധാൻ സൗദയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല രസമാണ്. വെയിലൊന്നും ഇല്ല, നല്ലൊരു കൂൾ ക്ലൈമറ്റായിട്ട് അവിടേക്ക് ആ ഭാഗത്തൊക്കെ ഇരിക്കാനും നല്ലൊരു രസമാണ്. പക്ഷേ നമ്മുടെ കബേൺ പാർക്ക് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും അടച്ചു പൂട്ടും, എല്ലാവരും ഇറക്കും. വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പം കുറച്ചുകൂടെ ഒന്ന് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സൺസെറ്റൊക്കെ ആകാറായി കഴിഞ്ഞാൽ പൂട്ടും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അപ്പം പിന്നെ വിധാൻ സൗദയൊക്കെ കണ്ടിട്ട് അവിടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ അടുത്ത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്തു. അപ്പം കുറച്ചുകൂടെ അടുത്ത് കാണാമല്ലോ. ബാംഗ്ലൂർ വന്ന സമയത്തൊക്കെ വിധാൻ സൗദയുടെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിറച്ചും പൂക്കളുള്ള ചെടികളായിരുന്നു വെച്ചിരുന്നത്. പല നിറത്തിലുള്ള പൂക്കളുള്ള ചെടികളായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഇപ്പം പക്ഷേ ഇങ്ങനെയാണ്, ഈ ടൈപ്പ് ചെടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അവിടുന്ന് ഞങ്ങൾ പിന്നെ പതുക്കെ കബേൺ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ ഒരു പീസിന് 20 രൂപ, ഒരു പീസിന് 40 രൂപ, അങ്ങനെയുള്ള കമ്മലുകളുടെയൊക്കെ കച്ചവടമൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു. അവിടെ ഫ്രണ്ടിൽ ഫോട്ടോ എടുപ്പുണ്ട്, നമുക്ക് ഫോട്ടോ എടുത്ത് ഫോട്ടോ ആയിട്ട് തന്നെ കിട്ടും. അതും പിന്നെ ഇങ്ങനെയുള്ള പേരയ്ക്ക, തണ്ണിമത്തൻ അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പം കമ്മലുകളുമൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ക്രോസ് ചെയ്ത് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കബേൺ പാർക്കിലേക്ക് പോകാം. അവിടെയും ഈ ടൈപ്പ് പെൺപിള്ളേരെ ആകർഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കബേൺ പാർക്കിലേക്ക് നടന്നു പോകാം.
കാണുന്ന പാർക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഉണ്ട്, കുറേ ടൈപ്പ് ഓഫ് എന്തൊക്കെയോ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, കാരണം അങ്ങോട്ട് കയറുന്നത് ഞങ്ങൾ പോയിട്ടുള്ള അപ്പോൾ ഒരു രസം തോന്നാറില്ല. ഞങ്ങൾ ഈ ഓപ്പോസിറ്റുള്ള ഈ പാർക്കിനകത്താണ് വരുന്ന ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം. ഇവിടെ ആണ് ഞങ്ങൾ നേരത്തെയും പൂക്കളൊക്കെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം എല്ലാം ഇങ്ങനെ ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് തോന്നിയത്, പൂക്കാത്ത പോലെ. പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേരിട്ടിരിക്കുന്നത് കണ്ട് നല്ല പോലെ പൂത്ത് നല്ല ഭംഗിയായിട്ട്. ഇനി ഇതൊക്കെ പൊഴിഞ്ഞു പോയി നിൽക്കുന്നതാണോ എന്നൊന്നും മനസ്സിലായില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിങ്ക് നിറത്തി കാണുന്നുണ്ട് കുറച്ചൊക്കെ പൂക്കൾ. അപ്പം പിന്നെ ഞങ്ങൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ശശിയായിപ്പോയി. നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ വിചാരിച്ചു അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചങ്ങ് പോകാമെന്ന്. പിന്നെ ഇഷ്ടംപോലെ സൺഡേ ആൻഡ് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം നനച്ചിട്ടിരിക്കുമായിരുന്നു. എന്താ പൊടി പറക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഫുൾ വെള്ളം ഒഴിച്ചിങ്ങനെ നനച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരുന്നിട്ട് ഏതായാലും വന്നതല്ലേ, ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്ത് പിന്നെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇരുന്ന് സംസാരിക്കുക, പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അപ്പം നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓടിക്കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് നല്ല രസമാണ്. അങ്ങനെ കുറേ പേര് കൊണ്ടുവരും, പല ടൈപ്പിലുള്ള പട്ടിക്കൂട്ടന്മാരെ കാണാൻ പറ്റും. ഇങ്ങനെ അവരിങ്ങനെ നടത്താൻ കൊണ്ടുവരും. പിന്നെ അവിടെ ഒരു റോസ് ഗാർഡൻ പോലെ ചെറുതായിട്ട് പല ടൈപ്പിലുള്ള റോസസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതിനും ഒരു ആരോഗ്യവും ഇല്ലായിരുന്നു, എന്താണെന്നറിയത്തില്ല. അതും ഒരു വലിയ സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആൾക്കാരെയൊക്കെ കണ്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ്, പിന്നെ കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ടൂർ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, കോളേജ് പിള്ളേരൊക്കെ. പിന്നെ കുറേ സായിപ്പുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ബോറടിച്ചപ്പം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ച കാര്യം ഇല്ലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇനിയാണോ ഇതൊക്കെ പൂക്കുന്നതെന്നും അറിയത്തില്ല. ഒരു മിഡ് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനാണോ പൂക്കുന്നതെന്നും അറിയത്തില്ല. കുറച്ച് 1-2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കൂടെ പൂത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, പിങ്ക് കളറിൽ ഇരിക്കും. ഫുൾ ഈ ഗാർഡൻ ഫുൾ ഇങ്ങനെ ഒരു പിങ്ക് നിറത്തിയിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നടന്നു. ഈ കബൺ പാർക്കിനകത്ത് ഈ റോഡിൽ നമുക്ക് ഇങ്ങനെ പിള്ളേർക്ക് സൈക്കിള് ചവിട്ടാം, നമ്മുടെ സ്കേറ്റിംഗ് ചെയ്യാം, പിന്നെ ഷട്ടിലൊക്കെ കളിക്കാം. വണ്ടികളൊന്നും വരത്തില്ല, 2 വീലേഴ്സും ഒന്നും വരത്തില്ല ഇതിനകത്തൂടെ. അപ്പം എല്ലാവരും പുറത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലോ അതിനകത്ത് കയറുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഷട്ടിൽ കളിക്കേണ്ടവർക്ക്, സ്കേറ്റ് ചെയ്യേണ്ടവർക്ക് ഒക്കെ നല്ല രസമാണ്, നല്ല സ്ഥലമാണ്. ഞങ്ങൾ പിന്നെ വണ്ടി ബുക്ക് ചെയ്തു, ഓട്ടോ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മൾ വന്ന കാര്യം ഒന്നും ഇല്ലായിരുന്നതിന് പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങി കുറച്ച് നടന്നു, ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പിന്നെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.